ശക്തമായ കാറ്റും അങ്ങേയറ്റം വരണ്ട കാലാവസ്ഥയും കാരണം ജനുവരി 7-നാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ ഉണ്ടായതും പടർന്നു പിടിച്ചതും. നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാതെ തീ പടരുമ്പോൾ ഈ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. തീപിടുത്തം വ്യാപകമായ നാശത്തിനാണ് കാരണമായത്. നിരവധി ജീവനുകൾ നഷ്ടമായി, വീടുകൾ തകർന്നു. ലക്ഷക്കണക്കിന് ആളുകളെയാണ് മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചത്. ലോസ് ആഞ്ചലസിലെ ഏറ്റവും ലക്ഷൂറിയസ് ആയ പ്രദേശമായ ഹോളിവുഡ് ഹിൽസിൽ അടക്കം പടരുന്ന നിയന്ത്രണാതീതമായ തീപിടുത്തത്തിൽ മാറ്റിപ്പാർപ്പിക്കപ്പെട്ട 1 ലക്ഷത്തിലധികം ആളുകളിൽ ജാമി ലീ കർട്ടിസ്, മാൻഡി മൂർ, മരിയ ഷ്രിവർ അടക്കമുള്ള മറ്റ് സെലിബ്രിറ്റീസുകളുമുണ്ട്. ഹോളിവുഡ് നടന്മാരായ ലൈറ്റൺ മീസ്റ്റർ, ആദം ബ്രോഡി, ബില്ലി ക്രിസ്റ്റൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീടുകളടക്കം 1000-ലധികം കെട്ടിടങ്ങളാണ് ഇവിടെ കത്തി നശിച്ചത്. നിമിഷ നേരം കൊണ്ട് ലോസ് ആഞ്ചലസിൻ്റെ വിവിധ ഭാഗങ്ങളെ വിഴുങ്ങുന്ന കാട്ടുതീയുടെ പ്രധാന കാരണം എന്താണ്? നമുക്ക് നോക്കാം. US-ലെ വടക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ മാലിബുവിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പസഫിക് പാലിസൈഡ്സിലാണ് കാട്ടുതീ തുടങ്ങുന്നത്. 1 ഏക്കർ ചുറ്റളവിൽ ആരംഭിച്ച തീ വ്യാഴാഴ്ചയോടെ 19,978 ഏക്കറിലേക്കായി പടർന്നു. കാട്ടുതീയുടെ 6% മാത്രമേ നിയന്ത്രണ വിധേയമായിട്ടുള്ളൂ എന്നുള്ളതിൽ തന്നെ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനകം തന്നെ 100 കണക്കിന് വീടുകളും ബിസിനസ്സുകളും ഇത് നശിപ്പിച്ചു കഴിഞ്ഞു. ലോസ് ആഞ്ചലസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ തീപിടുത്തങ്ങളിലൊന്നായി ഇത് മാറി. മറ്റൊരു വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഈറ്റണിലാണ്. ലോസ് ആഞ്ചലസ് ഡൗൺ ടൗണിന് വടക്കുള്ള വനപ്രദേശങ്ങളിൽ ആരംഭിച്ച് 13,000-ലധികം ഏക്കറിൽ ഇത് വ്യാപിച്ചു. 5,000-ലധികം കെട്ടിടങ്ങൾക്കാണ് നാശനഷ്ടമുണ്ടായത്. 4 പേർ മരിക്കുകയും ചെയ്തു. സാൻ ഫെർണാണ്ടോയുടെ വടക്ക് പ്രാന്തപ്രദേശമായ സിൽമറിലെ ഹേഴ്സ് ഫയറിൽ 671 ഏക്കറിലാണ് കാട്ടുതീ പടർന്നിരിക്കുന്നത്. ഇതിൻ്റെ 10% മാത്രമേ നിയന്ത്രണ വിധേയമായിട്ടുള്ളൂ. അതേസമയം സിയറ പെലോണയ്ക്കും സാൻ ഗബ്രിയൽ പർവ്വതനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആക്ടണിലെ തീപിടുത്തത്തിൽ 348 ഏക്കറിൽ വ്യാപിച്ച തീ 60% നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വുഡ്ലാൻഡ് ഹിൽസിന് സമീപം കെന്നത്ത് തീപിടുത്തം 960 ഏക്കറിലാണ് വ്യാപിച്ചത്. ഇത് കൂടുതൽ വ്യാപിക്കുന്നത് തടയാൻ സാധിച്ചെങ്കിലും 1% പോലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തത് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഒടുവിൽ ഹോളിവുഡ് ഹിൽസിലെ റണ്യൻ കാനിയനടുത്തുള്ള സൺസെറ്റ് ഫയർ വ്യാഴാഴ്ച ഉച്ചയോടെ 60 ഏക്കറോളം വരുന്ന പ്രദേശങ്ങളിലാണ് വ്യാപിച്ചത്. മാറ്റിപ്പാർപ്പിക്കൽ. പാലിസൈഡ്സ്, ഈറ്റൺ, ഹേഴ്സ്റ്റ്, ലിഡിയ എന്നിവിടങ്ങളിലെ തീപിടുത്തങ്ങൾ കാരണം ഏകദേശം 1,80,000 പേരെയാണ് നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. 2 ലക്ഷം പേർക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ മുന്നറിയിപ്പും ഇതിനോടകം നൽകിക്കഴിഞ്ഞു. ഇതിൽ 1 ലക്ഷത്തിലധികം ആളുകളെ ഇതിനകം തന്നെ അധികൃതർ ഒഴിപ്പിച്ചു. മാറി താമസിക്കാൻ കൂട്ടാക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നത് അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. മാലിബു, കലബാസാസ്, സിൽമർ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളെയാണ് കാട്ടുതീ സാരമായി ബാധിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച അധികൃതർ സ്ഥിരീകരിച്ചത് പ്രകാരം 6 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 4 പേർ ഈറ്റൺ തീപിടുത്തത്തിലും 2 പേർ പാലിസൈഡ്സ് തീപിടുത്തത്തിലുമാണ് മരണപ്പെട്ടത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത്. മുന്നറിയിപ്പ് അവഗണിച്ച് അപകട സാധ്യതാ മേഖലയിൽ തുടരുന്നവരാണ് പരിക്കേൽക്കുന്നവരിലേറെ. ഇത് നിസ്സാരമായി കാണുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കനത്ത സാമ്പത്തിക നഷ്ടം. തീപിടുത്തത്തിൽ ഇതുവരെയുള്ള നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. പാലിസൈഡ്സ് തീപിടുത്തത്തിൽ 1000-ലധികം വീടുകളും ബിസിനസ്സുകളുമാണ് നശിച്ചത്. ഈറ്റൺ തീപിടുത്തത്തിൽ 100 കണക്കിന് പേരാണ് ബാധിക്കപ്പെട്ടത്. പാസഡീന ജൂതക്ഷേത്രമാണ് കത്തിയമർന്ന കെട്ടിടങ്ങളിൽ ശ്രദ്ധേയം. ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ കെട്ടിടവും കത്തി നശിച്ച് ചാരമായി. ഇതുകാരണം ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇൻഷുർ ചെയ്ത നാശനഷ്ടങ്ങൾ $20 ബില്യൺ കൂടുതലും മൊത്തം നഷ്ടം $50 മില്യൺ കൂടുതലാകുമെന്നാണ് JP മോർഗൻ പറയുന്നത്. മുൻപ് US ചരിത്രത്തിലെ ഏറ്റവും നാശനഷ്ടമുണ്ടാക്കിയ തീപിടുത്തമായിരുന്നു 2018-ലെ ക്യാമ്പ് ഫയർ. $12.5 ബില്യൺ നാശനഷ്ടമാണ് അന്നുണ്ടായത്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന തീപിടുത്തത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണമെന്ത്? ഇത്തരം തീപിടുത്തങ്ങളിൽ പ്രധാനമായും വില്ലനാകുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. ഒക്ടോബർ മുതൽ തെക്കൻ കാലിഫോർണിയയിൽ ശരാശരി ലഭിക്കുന്ന മഴയുടെ 10%-ൽ താഴെ മഴ മാത്രമാണ് അവിടെ ലഭിച്ചത്. ഇത് വരൾച്ചയ്ക്ക് സമാനമായ അവസ്ഥയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയത്. ഇതുകൂടാതെ കാട്ടുതീ തുടങ്ങിയ സമയത്ത് 100 കിലോമീറ്ററിലധികം വേഗതയിൽ ആഞ്ഞടിച്ച ശക്തമായ കടൽക്കാറ്റ് തീപിടുത്തത്തിൻ്റെ വ്യാപനം വേഗത്തിലാക്കി. വരൾച്ചയും കനത്ത മഴയും മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥാ രീതിയാണ് കാലിഫോർണിയയിലുള്ളത്. വെതർ വിപ്ലാഷ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതാണ് ഈ മേഖലയിൽ കാട്ടുതീ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. തെക്കൻ കാലിഫോർണിയയിലുടനീളമുള്ള 2 കോടിയോളം വരുന്ന ആളുകൾക്ക് നാഷണൽ വെതർ സർവീസസ് റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ജനുവരി 10 വരെയാണ് റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. സൺസെറ്റ് ഫയർ പൂർണ്ണമായി നിയന്ത്രിക്കാൻ അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലിഡിയ ഫയർ ഗണ്യമായി നിയന്ത്രിക്കാനും കഴിഞ്ഞു.
എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം കെനത്ത് ഫയർ പോലെയുള്ള മറ്റ് തീപിടുത്തങ്ങൾ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും വെല്ലുവിളിയായി തുടരുകയാണ്. നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും ജീവൻ രക്ഷിക്കാനും 24 മണിക്കൂറും വിശ്രമമില്ലാതെ പൊരുതുകയാണ് അവിടുത്തെ ദുരന്ത നിവാരണ സേനകൾ.